തൃശ്ശൂരിലാണ്. തൃശ്ശൂരിൽ ഇത്തവണ കനത്ത പോളിംഗ് രേഖപ്പെടുത്തിയതോടെ അപ്രവചനീയ മത്സരങ്ങളാണ് തൃശ്ശൂർ ജില്ലയിൽ ആകെ നടന്നത് എന്നാണ് വിലയിരുത്തൽ. ജില്ലയിൽ 77.1 എന്ന ഏറ്റവും ഉയർന്ന പോളിംഗ് വടക്കഞ്ചേരിയിലും തൊട്ടുപിന്നിൽ ഒല്ലൂരുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. രണ്ടിടത്തും 79% കൂടുതലാണ് പോളിംഗ്. അതേസമയം വിവാദങ്ങളിലൂടെ ശ്രദ്ധേയമായ ഗുരുവായൂർ മണ്ഡലത്തിൽ കുറവ് പോളിംഗാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലെവിൻ കെ വിജയനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ലെവിൻ, ജില്ലയിൽ ഇത്തവണ വലിയ പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സഭാ രാഷ്ട്രീയത്തിനൊക്കെ വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു ഏകീകരണം സംഭവിച്ചു എന്നാണ് നിലവിൽ വിലയിരുത്തപ്പെടുന്നത്. അത് തങ്ങൾക്ക് അനുകൂലമാണ് എന്ന് UDF-ഉം മാത്രമല്ല അത് ചോർന്നു പോയിട്ടില്ല എന്ന് LDF-ഉം ഒക്കെ അവകാശപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. മധ്യകേരളം മുഴുവൻ പരിശോധിക്കുകയാകുമ്പോൾ തൃശ്ശൂർ അതിലൊരു വലിയ സ്ഥാനവുമുണ്ട്. തൃശ്ശൂരിൽ എത്ര സീറ്റുകൾ നേടുന്നു എന്നുള്ളത് മുന്നണിയുടെ വിജയത്തെ തന്നെ ബാധിക്കുകയും ചെയ്യും. എങ്ങനെയാണ് തൃശ്ശൂരിലെ വിലയിരുത്തൽ? ശ്യാമിലി, തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ചുകൊണ്ട് നമുക്കറിയാം ഒട്ടേറെ രാഷ്ട്രീയ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്ന പല ഘടകങ്ങൾ കൂടിച്ചേരുന്ന ഒരു ജില്ലയാണ്. വിവിധ മണ്ഡലങ്ങളിലായി അത്തരത്തിലുള്ള നിരവധി ഘടകങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചിട്ടുണ്ട്. പോളിംഗ് ശതമാനം തന്നെ SIR പരിഷ്കരണത്തിന് ശേഷം നിലവിൽ വന്ന പോളിംഗ് ശതമാനം തന്നെ ഏത് നിലയിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നുള്ള ഒരു ആകാംക്ഷ എല്ലാ മുന്നണികൾക്കും ഒരുപോലെയുണ്ട്. സമഗ്രമായ പരിഷ്കരണം നടത്തി കൂടുതൽ വോട്ടർമാരെയും പോളിംഗ് ബൂത്തിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ എല്ലാ മുന്നണികളുടെയും ഭാഗത്തു നിന്നുണ്ടായി. തൃശ്ശൂരിലെ കണക്കുകൾ പരിശോധിക്കാൻ നേരത്ത് 2021 75.40 പോളിംഗ് ശതമാനമെങ്കിൽ ഇത്തവണ അത് 77.11 എന്നുള്ള നിലയിലേക്ക് എത്തി. അന്തിമമായ കണക്കുകൾ വരുമ്പോഴും വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ ഇടയില്ല എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. പക്ഷേ ഇത്തരത്തിലൊരു പോളിംഗ് ശതമാനം എത്തുന്നത് തങ്ങൾക്ക് അനുകൂലമാണ് എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് പ്രധാനപ്പെട്ട മുന്നണികളെല്ലാവരും തന്നെയുള്ളത്. ഇന്ന് രാവിലെ നമ്മൾ DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റിനെ കണ്ടു. വലിയ പ്രതീക്ഷയാണ് ഇത്തരത്തിലുള്ള പോളിംഗ് ശതമാനത്തിലൂടെ തങ്ങൾ വെച്ചു പുലർത്തുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഈ SIR പരിഷ്കരണത്തിന് ശേഷം മറ്റ് ക്രമക്കേടുകൾ ഒഴിവാക്കി അല്ലെങ്കിൽ മറ്റുള്ള മുന്നണികൾക്ക് ക്രമക്കേടുകൾ നടത്താനുള്ള അവസരം പരമാവധി കുറയ്ക്കാനുള്ള ജാഗ്രത തങ്ങൾ കാട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഉയർന്ന പോളിംഗ് ശതമാനം UDF-ന് അനുകൂലമാണ് എന്ന് തന്നെയാണ് DCC അധ്യക്ഷൻ്റെ അതായിട്ടുള്ള നമ്മളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള കാര്യം. മറ്റൊന്ന് മണ്ഡലങ്ങളുടെ കണക്കുകൾ പരിശോധിച്ചാൽ പോലും കാര്യമായിട്ടുള്ള വോട്ട് വർധന എല്ലാ മണ്ഡലത്തിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ 2 വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും കൂടുതൽ പോളിംഗ് വോട്ടിംഗ് ശതമാനം ഉണ്ടായിട്ടുള്ളത് വിവാദങ്ങളേറെ ഉണ്ടായിരുന്ന ഗുരുവായൂർ മണ്ഡലത്തിലാണ്. ഗുരുവായൂർ മണ്ഡലത്തിലെ പോളിംഗ് ശതമാനം ഇത്തവണ ഉയരുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. താരതമ്യേന ജില്ലയിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ അത് കുറവാണെങ്കിൽ പോലും കഴിഞ്ഞ 2021 69.41 ആയിരുന്നു ഗുരുവായൂരിലെ പോളിംഗ് ശതമാനമെങ്കിൽ ഇത്തവണ അത് 73.31 ജില്ലയിലെ ആകെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ വളരെ കുറവാണ്. ഇത്രയേറെ വിവാദങ്ങൾ ഉണ്ടായ ഒരു മണ്ഡലമായിരുന്നിട്ട് പോലും അത് ഒരു കുറവായിട്ട് കാണാമെങ്കിലും ക്രമാതീതമായ വർധനമാണ് മുൻവർഷത്തെ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് പരിഗണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് ഏത് നിലയിൽ ബാധിക്കും എന്നുള്ളതാണ്. മുൻവർഷങ്ങളിലൊക്കെ ജില്ലയിലെ സാഹചര്യങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ BJP NDA മുന്നണി കുറച്ചുകൂടി ശക്തമായിരുന്നെങ്കിലും മത്സരം എല്ലാ മണ്ഡലങ്ങളിലും 13 മണ്ഡലങ്ങളിലും LDF-ഉം UDF-ഉം തമ്മിൽ നേർക്കുനേർ മത്സരമാണ് നടന്നത്. അത്തരത്തിൽ ആ മത്സരത്തിൽ ബഹുഭൂരിപക്ഷം സീറ്റുകളിൽ ഒന്നൊഴികെ എല്ലായിടങ്ങളിലും LDF-ന് വിജയിക്കാനായി. പക്ഷേ 2026 എത്തുമ്പോൾ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിമറിയുന്നു. പല മണ്ഡലങ്ങളുടെയും സാമുദായിക രാഷ്ട്രീയ പിന്തുണകൾ കൂടി വ്യത്യസ്തങ്ങളായ നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അതുകൊണ്ട് തന്നെ ഈ പോളിംഗ് ശതമാനം ആർക്ക് അനുകൂലമായി മാറുമെന്ന് ഈ ഘട്ടത്തിൽ ഒരിക്കലും പറയാൻ കഴിയില്ല. ഒട്ടേറെ ഘടകങ്ങളുണ്ട്. ക്രൈസ്തവ സഭകളുടെ സ്വാധീനമുണ്ട്, മുസ്ലിം ധീവര അല്ലെങ്കിൽ മറ്റുള്ള കമ്മ്യൂണിറ്റികളുടെയൊക്കെ ഒരു ജനകീയ പിന്തുണയുടെ കൂടി ഘടകങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഇങ്ങനത്തെയുള്ള മറ്റ് ഘടകങ്ങൾ മാറ്റി നിർത്തിയാൽ പോളിംഗ് ശതമാനത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് മാത്രം ജില്ലയിൽ കാര്യങ്ങൾ വിലയിരുത്താനാകില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ചുകൊണ്ട് ഒന്നിലധികം മണ്ഡലങ്ങളിലാണ് 3 മുന്നണികൾ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന കാര്യങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് എത്തിയിട്ടുള്ളത്. തൃശ്ശൂരിനെ സംബന്ധിച്ച് ത്രികോണ പോരാട്ടമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അവിടെയും സാമുദായിക ഘടകങ്ങൾ നിർണായകമാകും. മണലൂരിലും നാട്ടികയിലും BJP പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്ന മണ്ഡലങ്ങളാണ്. അങ്ങനെ ഇരിങ്ങാലക്കുട അടക്കമുള്ള മണ്ഡലങ്ങളിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ, സാമുദായിക സാഹചര്യങ്ങളുണ്ട്. ഉറപ്പിച്ച് LDF ഉറപ്പിക്കുന്ന ചേലക്കര സീറ്റിനപ്പുറത്ത് മറ്റിടങ്ങളിലൊക്കെ കനത്ത മത്സരങ്ങൾ LDF-നും നേരിടേണ്ടി വരുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനത്തിന്റെ കണക്കുകൾ മാത്രം വെച്ചുകൊണ്ട് തൃശ്ശൂരിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ജനവിധി എന്താകുമെന്നുള്ള കാര്യത്തിൽ നമുക്കൊരു 3 മുന്നണികളും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് തൃശ്ശൂർ ജില്ലയിലെ പോളിംഗ് ശതമാനത്തിന്റെ കണക്ക് മാത്രം വെച്ചുകൊണ്ട് അവിടെ ഒരു തീർപ്പിലേക്ക് കാര്യങ്ങളൊന്നും നിലവിൽ എന്തായാലും എത്താൻ ആവില്ല എന്ന് തന്നെയാണ് ലെവിൻ കെ വിജയൻ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ നേരെ